ഹായ് ഓൾ. അങ്ങനെ റിയാദിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞു. ഷോപ്പിംഗ് എല്ലാം വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് മേടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു ഫ്രൈഡേ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഔട്ടിങ് പോലെ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഹറാജിലാണ്, സൗദി റിയാദിലുള്ള ഹറാജിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് എല്ലാം തന്നെ അവിടെ കിട്ടും. എല്ലാ ഐറ്റംസും, ടൂൾസ് ആയിക്കോട്ടെ, വീട്ടിലുള്ള സാധനങ്ങളായിക്കോട്ടെ, ഡെക്കോർ ഐറ്റംസ് ആയിക്കോട്ടെ, പേഴ്സ്, ബാഗ്, അങ്ങനെ സകല സാധനങ്ങളും അവിടെയുണ്ട്. ഡ്രസ്സ്, ഫുൾ ചപ്പൽസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ കാണാനൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും അലുവിനെ അട്രാക്ട് ചെയ്തത് ഒരേ ഒരു സംഭവമായിരുന്നു. എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് റൈഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻറ്റിന് കുറച്ച് ബൈക്സും സ്കൂട്ടിയും ലോറിയും കാറും ഒക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റെൻറ്റിന് കൊടുക്കും. 15 മിനിറ്റ്സിന് 15 റിയാൽ, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് അല്ലു കുറേ നേരം അങ്ങോട്ട് റൈഡ്, കുറേ നേരം ഒന്നും ഉണ്ടായിരുന്നില്ല, 15 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. 15 മിനിറ്റ്സോ 30 മിനിറ്റ്സോ എന്തോ അവന് ഒന്ന് റൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അവന് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ദാഹവും വിശപ്പും ഒക്കെ വന്നപ്പോഴത്തേനും അടുത്തുള്ളൊരു ഫുഡ് കോർട്ടില്ല, തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ നിന്നൊരു ഫ്രൂട്ടിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും, അതിൽ സോസ് ഉണ്ടായിരുന്നു, ഫോക്ക് ഉണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഫോക്ക് വെച്ചിട്ടല്ലല്ലോ നമ്മൾ ശരിക്കും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. എനിക്കറിയില്ല അങ്ങനെ കഴിക്കുന്നവരുണ്ടോ എന്ന്. ഇതിൽ ഫോക്ക് ഉള്ളത് കൊണ്ട് അല്ലോ എന്ത് ചെയ്തു, അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ മടിച്ചിട്ട്, നേരെ എടുത്ത് കഴിക്കാൻ മടിച്ചിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് അതിലൊന്ന് ഫോക്ക് യൂസ് ചെയ്ത് കഴിക്കാൻ നോക്കി. പക്ഷെ അത് പാളിപ്പോയി. ശരിക്കും പറഞ്ഞാൽ നടക്കത്തില്ല, അല്ലാണ്ട് കഴിക്കുന്നതാണ് ബെറ്റർ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോർമൽ ഫ്രഞ്ച് ഫ്രൈസാണ്, അതിൽ കൂടുതലായിട്ട് എനിക്കതിലൊന്നും തോന്നിയില്ല. പക്ഷേ ഹറാജാണ്, സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണെന്നൊക്കെ പറയാൻ മാത്രമേ കൊള്ളാവൂ. റേറ്റിനൊന്നും ഒരു കുറവുമില്ല. നല്ല കത്തി റേറ്റൊക്കെ തന്നെയാണ് അവർ മേടിക്കുന്നത്. ആദ്യത്തെ പീസ് എടുത്തപ്പോഴത്തേനും അത് താഴെ പോയി. അപ്പോഴത്തേനും അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് ഇതിൽ നിന്ന് എടുത്ത് തരുമോ എന്ന്. അങ്ങനെ ചേട്ടനൊന്ന് എടുത്ത് കൊടുത്തു. പിന്നീട് ഞങ്ങൾ പറഞ്ഞു ഫോക്ക് മാറ്റിയിട്ട് അല്ലാണ്ട് കൈ കൊണ്ട് തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹറാജിൽ പോയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെയുള്ള ആൾക്കാർ ഞാൻ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുമ്പോഴത്തേനും അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. വേറൊരു നാട്, അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫോണും അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല. പക്ഷേ ഇപ്പം ഞാൻ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കാണാൻ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നും തന്നെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാമായിരുന്നു എന്ന് ഇപ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. അതൊക്കെ മിസ്സായി പോയല്ലോ എന്ന്. അങ്ങനെ അല്ലു അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഒരു ഡ്രിങ്ക്സൊക്കെ മേടിച്ച് അത് കുടിച്ചായിരുന്നു. ഒന്ന് വീഡിയോ എടുക്കട്ടെടാ, ഒന്ന് ഫോട്ടോ എടുക്കട്ടെടാ എന്നൊക്കെ പറയുമ്പോഴത്തേനും അല്ലു ഒളിച്ച് കളിക്കുകയാണ്. 2 പേരും, അച്ഛനും മോനും ക്യാമറ വിരോധികളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതും പറ്റിയില്ല, അവിടെയും ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.